കണ്ണൂർ മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് PR സനീഷിനെതിരെ CPM നേതാവ് PV ഗോപിനാഥന്റെ ഭീഷണി. മലപ്പട്ടത്ത് കോൺഗ്രസ് ഉണ്ടാക്കി ഈ നാടിനെ വിറപ്പിക്കാമെന്ന് കരുതിയാൽ നിന്റെ അച്ഛൻ വിചാരിച്ചിട്ട് നടന്നില്ല എന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. മലപ്പട്ടത്ത് നടന്ന CPM രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് ഭീഷണി പ്രസംഗം. മിലിറ്ററിയുമൊക്കെ പിരിഞ്ഞു വന്ന് മലപ്പട്ടത്ത് കോൺഗ്രസ് ഉണ്ടാക്കി കളിയാം, ഈ നാടിനെ അങ്ങ് വറപ്പിച്ച കളിയാമെന്നാണ് ധരിക്കുന്നെങ്കിൽ നിന്റെ അച്ഛൻ സദാനന്ദം വിചാരിച്ച് നടന്നിട്ടില്ല. നിന്റെ അച്ഛന്റെ വഴി ഇത് തന്നെയായിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരെ തന്നെ ഞങ്ങള്. എന്താ സദാനന്ദന്റെ വഴി? അന്നും ഞങ്ങൾക്കേറെ കള്ളക്കേസും നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള വഴിയെല്ലാം എടുത്തുള്ള സദാനന്ദൻ. ആ സദാനന്ദനെ നിലക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ സനീഷ് നിന്നെയെല്ലാം നിലക്ക് നിർത്താൻ ഞങ്ങളെ ബാലസംഘം കുട്ടികളുമായി നിങ്ങൾ മനസ്സിലായിക്കോ. സനീഷിനെ നിലക്ക് നിർത്താൻ DYFIയും പാർട്ടിയൊന്നും വേണ്ട. അടുവാപ്പുറം വെസ്റ്റ് യൂണിറ്റിലെ ബാലസംഘം കുട്ടികളോട് പറഞ്ഞാൽ മതി, നീ പുറത്തിറങ്ങൂല്ലേ. ഈ നാടകത്തെ കലാമുണ്ടാക്കാൻ നേതൃത്വം നൽകുന്ന ഞങ്ങളാ. ഈ സനീഷ് ഉൾപ്പെടെയുള്ള ആളുകളില്ലേ. എന്നിട്ട് എന്തെല്ലാം വൃത്തികളിലാണ് ഈ നാടകത്തെ വന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? കുമ്പക്കുടി സുധാകരനും രാഹുൽ മാങ്കൂട്ടുന്നുമെല്ലാം പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട്. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം മലപ്പട്ടത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രയുണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായി. ശേഷം PR സനീഷ് പറഞ്ഞ ചില പ്രസ്താവനകൾക്കെതിരെ ഇപ്പോൾ CPM നേതാവ് P ഗോപിനാഥൻ പ്രതികരിച്ചിരിക്കുന്ന ഒരു ഭീഷണിയുടെ സ്വരമാണ് അവിടെ ഉയർന്നു കേട്ടത്. തന്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും നടക്കില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങില്ല എന്നിങ്ങനെ വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്ന ചില വാക്കുകൾ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വരുന്നത്? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, കണ്ണൂർ മലപ്പട്ടത്ത് കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു സമാധാന ജാഥയ്ക്ക് ബദലായി ഇന്നലെ CPM ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം മലപ്പട്ടത്ത് നടത്തിയത്. ഈ ഒരു യോഗത്തിൽ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും അതുപോലെ തന്നെ പ്രസംഗിച്ച മറ്റ് പലരും വളരെ പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് പ്രസംഗിച്ചത്. അതിൽ KK രാഗേഷ് പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ്. കാരണം ഈ ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഞങ്ങൾ ഒരുക്കി വെക്കുമെന്നാണ് KK രാഗേഷ് പറഞ്ഞത്. അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഈ പ്രധാന പ്രസംഗം കഴിഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് മടങ്ങിയതിനു ശേഷമാണ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PV ഗോപിനാഥ് ഇത്തരം ഒരു ഭീഷണി പ്രസംഗം അവിടെ നടത്തിയത്. മലപ്പട്ടത്തെ കോൺഗ്രസ് നേതാവാണ് PR സനീഷ്. സനീഷിനെ വീടിന് മുന്നിൽ സ്ഥാപിച്ച കോൺഗ്രസിന്റെ സ്തൂപമാണ് CPM ആദ്യം തകർക്കുകയും അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. ഈ സനീഷിനെ കുറിച്ചാണ് PV ഗോപിനാഥ് പറഞ്ഞത്. അതായത് മലപ്പുറത്ത് കോൺഗ്രസ് ഉണ്ടാക്കി ഈ നാടിനെ വിറപ്പിക്കാമെന്ന് കരുതിയാൽ നിന്റെ അച്ഛൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല എന്നാണ് PV ഗോപിനാഥ് പറഞ്ഞത്. അച്ഛൻ സദാനന്ദനെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ സനീഷിനെയും നിലയ്ക്ക് നിർത്തും. അതിന് ബാലസംഘം കുട്ടികൾ മാത്രം മതി എന്നാണ് പറയുന്നത്. പാർട്ടിയോ വേണ്ട എന്നും CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പറയുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയൊരു സംഘർഷാത്മകമായ സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. CPM കോൺഗ്രസ് സംഘർഷം അത് വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ദേവിക.